ബജറ്റിൽ ഉൾപ്പെടുത്താനായി ഒരാശയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തൊട്ടുപിന്നാലെ മുഖ്യമന്ത്രി അത് ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിന്റെ കലകളും സാംസ്കാരിക തനിമയും പ്രദർശിപ്പിക്കാനും അവിടേക്ക് നമ്മൾക്കെല്ലാം സന്തോഷത്തോടെ കടന്നു ചെല്ലാനും കഴിയുന്ന ഒരു സാംസ്കാരിക പാർക്കായിരുന്നു ആ ആശയം. എഴുത്തുകാരനായ NE സുധീറാണ് ഈ ആശയം മുഖ്യമന്ത്രിക്ക് മുൻപാകെ പങ്കുവച്ചത്. കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും നിറഞ്ഞു തുളുമ്പുന്ന കൾച്ചറൽ പാർക്ക് ബജറ്റിൽ 50 കോടി രൂപ വകയിരുത്തി കോഴിക്കോടിനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തിന് ഒരു കൾച്ചറൽ പാർക്ക്, നമ്മുടെ കലകളെയും സാംസ്കാരിക തനിമയെയും ഒക്കെ പ്രദർശിപ്പിക്കാൻ ഒരു ഇടം എന്ന ഒരാശയം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ VD സതീശന് മുമ്പിലേക്ക് വെച്ചത് എഴുത്തുകാരനും ചിന്തകനൊക്കെയായ NE സുധീറാണ്. സാറിങ്ങനെ ഒരു ആശയം പങ്കുവച്ചു, പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. കോഴിക്കോടാണ്. MD വാസുദേവൻ നായരുടെ പേരിലാണ്. ഒരാശയം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ജൂൺ 10-ാം തീയതി മറ്റും ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ വായനയും ഒക്കെ ആയിട്ടുള്ള സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഞാനൊരു മെസ്സേജ് അയച്ചു. ഒരു കൾച്ചറൽ പാർക്ക് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വരുന്നത് നല്ലതാണ്. കേരളത്തെ പോലൊരു സ്ഥലത്ത് ഇന്നിപ്പോൾ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമ്മുടെ കൾച്ചറൊക്കെ വേറെ വഴിക്ക് പോകും. കൾച്ചറിന് നമുക്കൊരു സ്പേസ് വേണം. കേരളത്തിൻ്റെ എല്ലാ തനത് കലകളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു സംവിധാനമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നല്ലതായിരിക്കും. ഒരു ചെറിയ നോട്ട് അയച്ചു. ഉടനെ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ചു, പ്ലീസ് സെൻഡ് എ ഡീറ്റെയിൽ നോട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന്. ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ തലമുറക്ക് നമ്മുടെ നാട്ടിലുള്ള പല മതജാതി വർഗ്ഗങ്ങളിൽ വളരെ വൈചിത്രമുള്ള വളരെ മനോഹരമായ ആവിഷ്കാരങ്ങളുണ്ട്, കലാവിഷ്കാരങ്ങളുണ്ട്. അപ്പോൾ അവരിലൊക്കെ ഉള്ളത് അവർക്കത് എവിടെ പ്രദർശിപ്പിക്കണം, എവിടെ അത് അംഗീകാരം നേടാൻ പറ്റുമെന്നുള്ള അറിയാതെ നടക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ നാട്ടിൻപുറത്തൊരു കലാകാരനൊരു സ്പേസ് കിട്ടുക, അത് കാണാൻ ജനങ്ങൾക്കൊരു അവസരം ഉണ്ടാവുക, അങ്ങനെ വിവിധ തരത്തിലുള്ള കല. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ കൃത്യമായിട്ട് എഴുതി അയക്കുകയും യാദൃശ്ചികമായിട്ട് MT ആയിട്ടുള്ള അടുപ്പം കൊണ്ട് ഞാൻ MTയുടെ പേര് വയ്ക്കാൻ നന്നായിരിക്കുമെന്ന് പറയും. ഇന്ത്യയിലൊരു പുതിയ ആശയം എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു നോട്ടാണ് ഞാൻ കൊടുത്തത്. ഇത്രയും എളുപ്പം ആ ആശയത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രിയായി കിട്ടിയത് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സാംസ്കാരിക തനിമയുടെ നിലനിൽപ്പ്, അതിൻ്റെ പാരമ്പര്യം, അതെല്ലാം ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വാഭാവികമായിട്ടും പ്രഖ്യാപിച്ച ഈ കാര്യം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങാതെ നടപ്പാക്കാൻ കൂടി കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ജോയ്സിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.